സർവകലാശാല ജർമ്മൻ A1 കോഴ്സും അറബിക് കോഴ്സും സ്പോക്കൺ ലാംഗ്വേജാണ് നമ്മൾ മലയാള സർവകലാശാല കൊടുക്കുന്നത്. ഇതിപ്പം കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം ഒരു സർവകലാശാലയും ഇത്തരം കോഴ്സുകൾ നടത്തുകയോ സർട്ടിഫിക്കറ്റ് കൊടുക്കുകയോ ചെയ്യുന്നില്ല. ഇത് നമ്മളിങ്ങനെ ഒരു ആരംഭം കുറിക്കാൻ കാരണം സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് ലഭ്യമല്ലാത്ത വിധത്തിൽ അത്രയേറെ ഫീസ് കൊടുത്തു. ടീച്ചറെ, ഇത് നമ്മുടെ ഫാമിലിയിലെ വെഡിങ് ഫെസ്റ്റിവൽ ആണ്. നമ്മുടെ ഫാമിലിയിലെ കല്യാണം. ഫാമിലിയിൽ കല്യാണമാണ്. ഗംഭീരമായ കളക്ഷനോടെ കല്യാണത്തിനൊരുങ്ങി ഫാമിലി വെഡിങ് സെന്റർ. അപ്പോ ടീച്ചർ കുടുംബസമേതം വരണം. ഓ, ആയിക്കോട്ടെ. ഫാമിലി വെഡിങ് സെന്റർ കൊടുത്താണ് പ്രൈവറ്റ് ഏജൻസികൾ ഇത് പഠിപ്പിക്കുന്നത്. ആ കോഴ്സ് കഴിയുന്നവർക്ക് വിദേശ രാജ്യങ്ങളിൽ എത്താതെ തന്നെ ഇവിടെ ഇരുന്ന് ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തുകൊണ്ട് വിദേശ രാജ്യങ്ങളിൽ ജോലി ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ധാരാളം നേഴ്സുമാരെ ജർമ്മനി ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ നഴ്സിംഗ് പഠിക്കുന്നതും ITA കഴിഞ്ഞ കുട്ടികളെ യൂറോപ്യൻ രാജ്യങ്ങളിലും US-ലും ഒക്കെ ITA കഴിഞ്ഞവർ, പോളിടെക്നിക് കഴിഞ്ഞവർ, അങ്ങനെ ടെക്നിക്കൽ നിപുണതയുള്ള ധാരാളം പേരെ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ അവർക്ക് ആദ്യം ഒന്നാമതായത് വേണ്ടത് ആ പ്രദേശത്തിൻ്റെ ഭാഷ കൈകാര്യം ചെയ്യാനുള്ള ശേഷിയാണ്. അതിനെ മുന്നിൽ കണ്ടുകൊണ്ടാണ് മലയാള സർവകലാശാല ഇങ്ങനെ കോഴ്സ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ സർക്കാർ നിയമങ്ങളിൽ കൂടി കൊടുക്കുന്നത് കൊണ്ട് തന്നെ സർവകലാശാല ഫീസ് വളരെ കുറച്ച് അറബി 5000 രൂപയ്ക്കും ജർമ്മൻ 10,000 രൂപയ്ക്ക് 10,000 രൂപയ്ക്ക് പുറത്തൊക്കെ 1,00,000 കിട്ടുമ്പോൾ 10,000 രൂപയ്ക്കുമാണ് കോഴ്സുകൾ ഓഫർ ചെയ്യുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോ ക്ലാസ്സുകൾ കൊടുക്കുന്നുണ്ടാകും, ഇൻട്രാക്ഷൻ ജർമ്മനിലുള്ള ആളുകളുമായിട്ട് ഇൻട്രാക്ഷൻ ചെയ്യാനുള്ള അവസരം കൊടുക്കും. മലയാള സർവകലാശാലയ്ക്ക് ട്യൂബിംഗ്ടൺ സർവകലാശാലയുമായി MOU ഉണ്ട്, ഒരു ബന്ധമുണ്ട്. അതുവഴി തീർച്ചയായിട്ടും ആ സർവകലാശാലയിലെ ആളുകളും ഈ കോഴ്സിൽ പങ്കുചേരുന്നതാണ്. നമ്മൾ കുട്ടികൾക്ക് പഠിക്കാനുള്ള മെറ്റീരിയലുകൾ കൊടുക്കും, ലൈബ്രറി സൗകര്യം, അടിസ്ഥാന പുസ്തകങ്ങളും മറ്റും ഇവിടെ എത്തിക്കാനുള്ള നടപടി ഉണ്ടാവും. ആദ്യ ലെവൽ നമ്മൾ ഓൺലൈനും ഓഫ്ലൈനുമായിട്ടുള്ള ക്ലാസ്സുകൾ ആലോചിക്കുന്നുണ്ട്. മാർച്ച് 10 വരെയാണ് നമ്മൾ ലാസ്റ്റ് തീയതി വിചാരിക്കുന്നത്. ഇത് വേണ്ട വിധത്തിൽ പ്രദേശവാസികൾ അറിഞ്ഞുകൊണ്ട് ഇതിലേക്ക് കടന്നു വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഈ കോഴ്സിലേക്ക്, ഈ കോഴ്സിന് കേരള യൂണിവേഴ്സിറ്റിയിലാണ് ശരിക്കും നമുക്കൊരു ജർമ്മൻ ഡിപ്പാർട്ട്മെൻ്റ് ഉള്ളത്. കേരള യൂണിവേഴ്സിറ്റിയിൽ ആ ജർമ്മൻ ഡിപ്പാർട്ട്മെൻറ്റിലെ പ്രൊഫസർമാർ തന്നെയാണ് നമ്മുടെ ബോർഡ് ഓഫ് സ്റ്റഡീസിലൊക്കെ ഉള്ളത്. അതിൽ ഇടപെടുന്നതും സിലബസ് തയ്യാറാക്കിയതും ഒക്കെ കേരള യൂണിവേഴ്സിറ്റിയിൽ അധ്യാപകർ തന്നെയാണ്. തീർച്ചയായിട്ടും അവർ അങ്ങനെ വിദഗ്ധരായ അധ്യാപകരായിരിക്കും ക്ലാസ് എടുക്കാനുണ്ടാവുക. കുട്ടികൾക്ക് A1 കോഴ്സ് പരീക്ഷ എഴുതാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും മലയാള സർവകലാശാല ചെയ്തു കൊടുക്കുന്നതിന് പുറമെ ഒരു സർവകലാശാലയുടെ സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോൾ നമുക്ക് നോർക്ക അറ്റസ്റ്റേഷനും ഒക്കെ തുടർന്ന് സാധിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മക്തൂം സ്മാരകം ഒരു പഠന കേന്ദ്രം തുടങ്ങാൻ വേണ്ടി സംസ്ഥാന ഗവൺമെൻറ് തീരുമാനിച്ചു. ആ മക്തൂം സ്മാരകത്തിൻ്റെ ആദ്യ തുടക്കമാണിപ്പോൾ ഇത്. മക്തൂം സ്മാരകത്തിൽ ഇത് മാത്രം അവസാനിക്കുന്നില്ല. A warm welcome to all of you to a vibrant community of learners. It's our IET Higher Secondary School, a place of academic excellence. Learning doesn't stop in the classroom. Students can explore their passion and interest through diverse activities, innovative learning methods, value-based education, special training in co-curricular activities, and much more. We provide the key to unlock your potential. Forever, the feeling is indescribable, knowing that this is our reward. The place that no eye has ever seen, the place that no heart has ever perceived. And now that we're here, feeling so good about all the things that we went through, knowing that God speaks with us too. It's not a dream, this is so true. Feeling the peace all around, seeing things we can never imagine, hearing the sound of rivers flow. Paradise, a dream come true. Paradise, oh what a feeling. Paradise, thank you Allah. Now that we're here, feeling so good about all the things that we went through, knowing that God speaks with us too. It's not a dream, this is so true.